നമസ്കാരം. ഞാനിപ്പോൾ സിദ്ധ ജൈന കോളേജ് മലയാളത്തിൽ അലോപ്പതി വൈദ്യം, ആയുർവേദ ഇതിലൊക്കെ നിറയെ യൂട്യൂബുകളുണ്ട്. പക്ഷേ ഇപ്പോൾ സിദ്ധയിലുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. ഈ സിദ്ധ എന്ന് പറയുമ്പോൾ അത് തമിഴ് ലിറ്ററേച്ചറിലാണ് ഇരിക്കുന്നത്. സിദ്ധ വൈദ്യം അഗസ്ത്യരുടെ ശിഷ്യർ തേരയർ, അതുപോലെ ബോഹർ മഹർഷി സിദ്ധവൈദ്യത്തെക്കുറിച്ച് ബോഹർ 7,000 അങ്ങനെ എഴുതിയിട്ടുണ്ട്. ശിവൻ നേരത്തെ 7,00,000 അഫോറിസംസ് ഹൈംസ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റായിട്ട് ബോഹർ 7,000 എഴുതിയിട്ടുണ്ട്. അതുപോലെ പുലിപ്പാണി വൈദ്യം, അടുത്തത് കോരക്കർ വൈദ്യം, കൊങ്കണവർ വൈദ്യം എന്നൊക്കെ തമിഴിലാണ് എഴുതുന്നത്. ഇത് മലയാളത്തിൽ അധികം ഇല്ല. അപ്പോൾ അതിലുള്ള ചില വൈദ്യമുറകൾ, ഇപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് വൈറ്റ് ഡിസ്ചാർജ്, അത് ല്യൂക്കോറിയ എന്ന് പറയുന്ന വൈറ്റ് ഡിസ്ചാർജ്. ഇതിന് പല ആംഗിളിൽ പല മെഡിസിൻസ് ആയുർവേദ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ സിദ്ധയിലുള്ള ചില ഇത് ഞാൻ പറയുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് സിദ്ധ കണക്കുപടി ഡ്യൂ ടു ടാക്സിൻ അക്യുമുലേഷൻ, അതായത് ശരിക്കും മലജലങ്ങൾ ശരിക്ക് പോകാതായിരിക്കുന്നത് കൊണ്ടുള്ള ടാക്സിൻ, അത് വൺ ഓഫ് ദി മെയിൻ റീസൺ. അതുപോലെ ഓവർ സ്ട്രെസ്സായിരുന്നാൽ വരും. അതുപോലെ ഡയബറ്റീസ് ഉള്ളവർക്ക് മധുമേഹം എന്ന് പറയും. ഡയബറ്റീസിന് മധുമേഹം എന്ന് പറയും. അത് ഇരുന്നാൽ ഇത് വെയിറ്റ് ഡിസ്ചാർജ് വരും. ഈ വെയിറ്റ് ഡിസ്ചാർജ് വഹകൾ, അതായത് വാദം, പിത്തം, കഫം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ആയുർവേദക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇതേമാതിരി മേഘം, ശൂലൈ എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ വെയിറ്റ് ഡിസ്ചാർജ്, അതേമാതിരി ഡയബറ്റീസ്, ഇതൊക്കെ വന്ന് സ്കിൻ ഡിസീസ്, ലെപ്രസി ഐറ്റംസ്, ഇതൊക്കെ മേഘത്തിൽ വരികയാണ്, ക്ലാസിഫൈ ചെയ്യാണ് സിദ്ധവൈദ്യത്തിൽ. അപ്പോൾ ഇത് വന്ന് മേഘനോയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിന് വന്ന് അതിൻ്റെ സിംറ്റംസ് എന്താ, വെയിറ്റ് കുറവായിട്ടായിരിക്കും, ബോഡി ഓവർ ഹീറ്റായിരിക്കും, അടുത്ത ഡിസ്ചാർജ് ബാഡ് സ്മെല്ലുള്ളതായിരിക്കും, അതുപോലെ ചിലപ്പോൾ ഇൻഫ്ലമേഷൻ കാണും, അടുത്ത ഐ ഇറിറ്റേഷൻ, ഇച്ചിങ്, ഇതൊക്കെയാണ് സിംറ്റംസ് സിദ്ധ നൂലുകളിൽ പറയുന്നത്. അപ്പോൾ ഇതിനെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹോം റെമഡീസ്, സിദ്ധയിൽ ഹോം റെമഡീസൊക്കെ പറയുന്നുണ്ട്. അത് എല്ലാവർക്കും വീട്ടളവിൽ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇത് നാവൽ മരത്തിൻ്റെ പാർക്ക് ഓഫ് നാവൽ മരം, അടുത്ത അത്തിമരത്തിൻ്റെ പട്ട, മരുതം എന്ന് പറഞ്ഞ മരുതമുണ്ട്, മരുതമല, അവിടെയൊക്കെ ഈ മരത്തിൻ്റെ കാടുകളാണ്, അതിൻ്റെ പട്ട, അടുത്ത ഓതിയം പട്ട. ഇങ്ങനെ ഈ ഇതിലായിട്ട് വെള്ളം, കുടിനീർ, നമ്മളിപ്പോൾ കേരളത്തിൽ കരിങ്കാലി കുടിനീർ കുടിക്കുന്ന മാതിരി ഈ ഇതിനെ ചതച്ച് പൗഡറാക്കി കുടിക്കുന്ന വെള്ളം ഇട്ട് അവർ കുടിച്ചാൽ ഇത് മാറും. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നെന്നുള്ളത് തന്നെ. അതില്ലാതെ കുറച്ചുകൂടെ നാട്ടുമരുന്ന് കടയിൽ പോയി മരുന്നുകൾ വാങ്ങിച്ച് പ്രിപ്പറേഷൻ ചെയ്യാമെന്നുള്ളവർക്ക് നിലപ്പന നാട്ടുമരുന്ന് കട കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. ട്രിവാൻഡ്രത്ത് ചാലയിൽ ഉണ്ട് നാട്ടുമരുന്ന് കട, സിദ്ധ മരുന്ന് കട. അതേമാതിരി ആയുർവേദ കോളേജിൻ്റെ അടുത്ത് സിദ്ധ മരുന്ന് കട വച്ചിട്ടുണ്ട്. അതിലൊക്കെയാണ് ഇത് കിട്ടുന്നത്. നിലപ്പന, വെള്ള അറുകമ്പല്ല്, വെള്ള ടൈപ്പ്, ജീരകത്തിൽ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് കടയിൽ കിട്ടുന്നതിൽ അത് അതിൻ്റെ എസൻസ് എടുത്തതാണ് സാധാരണ കടയിൽ കിട്ടുന്നത്. മരുന്ന് കടയിൽ എസൻസ് എടുക്കാൻ ഒറിജിനൽ കിട്ടും. അടുത്ത് കടുക്കായിലും നല്ല 2-3 നിറയെ വെറൈറ്റി ഉണ്ട്. അതിൽ കറുപ്പ് കടുക്കായി കിട്ടിയാൽ പവർ കൂടുതൽ. ഇത് കരിഞ്ജീരകം, നെല്ലിവറ്റൽ നെല്ലിക്ക കട്ട് ചെയ്ത് കായിട്ട് ഈ കുരു മാറ്റിയിട്ട് അതിൻ്റെ തോടിന കായിട്ട് എടുത്ത് വെച്ചിരിക്കുക, അതാണ് നെല്ലിവറ്റൽ. ഇതിൻ്റെ കൂടെ അതിമധുരം എന്ന് വെച്ചാൽ ഇരട്ടി മധുരം, മലയാളത്തിൽ ഇരട്ടി മധുരം. അടുത്തത് തിർപ്പിലി, ഏലക്ക, ഇതെല്ലാം പൊടിച്ചിട്ട് കഷായം വെച്ചിട്ട് കാക്ഷൻ വെച്ച് 3-1 1 ലിറ്റർ വെള്ളം വിട്ട് കാച്ചിയാൽ 3-1 പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി ഇപ്പോൾ 5-5 ഗ്രാം വെച്ചിട്ട് കാച്ചി കുടിച്ചിട്ട് അല്ലെങ്കിൽ 10-10 ഗ്രാം വെച്ചാൽ അതിൻ്റെ വെള്ളം കൂടുതലിട്ട് അത് ഇതായിട്ട് കുടിച്ചാൽ ഇതൊക്കെ സൈഡ് എഫക്റ്റ് ഇല്ല. ഇതൊക്കെ എല്ലാം ന്യൂട്രീഷ്യൻസാണ്. ഇതിൽ പറയുന്ന എല്ലാമേ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കൂടുതലുള്ള
അതാണ് ഇതിന് പഥ്യമില്ലാതെ ഉള്ള മരുന്നുകളാണ് പറയുന്നത്. ചില അഡ്വാൻസ് ആയിട്ടുള്ള മരുന്നുകളിന് പഥ്യവും ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ സിദ്ധ മെഡിസിൻ റെഡിമെയ്ഡ് വാങ്ങണമെങ്കിൽ ഇംകാപ്സ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. ബാംഗ്ലൂർ, കോയമ്പത്തൂർ, തമിഴ്നാട്, ട്രിവാൻഡ്രത്ത് ഇല്ലെങ്കിൽ ആയുർവേദ കോളേജിൻ്റെ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡ് സിദ്ധ സ്പെഷ്യലുണ്ട്, അവിടെ വാങ്ങിച്ചോളാം. കുങ്കുലിയ വെണ്ണ എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കും. കുങ്കുലിയ പസ്പം, അത് അല്ലെങ്കിൽ ശിലാസത്ത് പസ്പം. അത് ശിലാസത്ത് പസ്പം ചുമ്മാ കായകൽപ്പ മരുന്നായിട്ട് എല്ലാവർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ശിലാസത്ത് പസ്പം, വെൾവാങ്ക പസ്പം, അന്നഭേദി സെന്തൂരം, ഇതൊക്കെ സിദ്ധയിലുള്ളതാണ്. അതുപോലെ വെൺഭൂഷണി ലേഹ്യം കഴിച്ചാൽ ഉടനെ അത് വൈറ്റ് ഡിസ്ചാർജ് സ്റ്റാപ്പാവും. അത് സിദ്ധയിൽ തന്നെ കിട്ടും, ആയുർവേദ സെൻറ്ററിൽ കിട്ടില്ല. തേറ്റാൻകൊട്ടൈ ലേഹ്യം, അത് സിദ്ധയിൽ തന്നെ കിട്ടും, ആയുർവേദ മെഡിസിൻ ഇല്ല. ഇത് കഴിച്ചാൽ വെയിറ്റ് ഡിസ്ചാർജ് നിൽക്കുന്നത് മാത്രമല്ല, ദേഹം നല്ല സ്ട്രോങ് ആവും. ആണുങ്ങൾ കഴിച്ചാലും അവർക്കും ചില ഡിസ്ചാർജ് ഇരിക്കും, ആണുങ്ങൾക്കും ഉണ്ട്. അവരിത് കഴിച്ചാൽ അത് ഡിസ്ചാർജ് നിൽക്കുന്നത് മാത്രമല്ല, അതിന് ഉടമ്പ് സ്ട്രെങ്തനിങ് ആവും. അതുപോലെ മേഘനാഥ തൈലം എന്ന് റെഡിമേഡ്, അതിൽ കുറച്ച് അര സ്പൂൺ വെച്ച് അകത്ത് കുടിക്കാനും എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്യാനും. കാരണം വെച്ചാൽ ഡ്യൂ ടു സം ഇൻഫെക്ഷൻ അത് വരുന്നതുകൊണ്ട് അത് തേച്ചാൽ അത് ആ ഇൻഫെക്ഷനും മാറും. അതുപോലെ ഇത് നൊച്ചി തൈലം എന്ന് പറയുന്നത് ഇത് തലയിൽ തേച്ച് കുളിക്കണം. നേരെ വെച്ചാൽ ദേഹ ഉഷ്ണം കുറഞ്ഞ് ഈ മേഘരോഗങ്ങൾ, വെയിറ്റ് ഡിസ്ചാർജ് മാത്രമല്ല, അതുകൊണ്ടൊരു മേഘ സംബന്ധമായുള്ള എല്ലാ അസുഖങ്ങളും അത് മാറും. ഇതൊക്കെ ഇത് സിദ്ധ ലിറ്ററേച്ചറിലുള്ളതാണ്. ഇത് ആയുർവേദത്തിൽ തേടിയാൽ കിട്ടില്ല. അതുപോലെ ഗന്ധക രസായനം എന്നുണ്ട്. അതിൽ ഗന്ധകം, അമുക്കറക്കിഴങ്ങ്, കടുക്കായ്, നെല്ലിക്കായ്, താന്നിക്കായ്, ചുക്കുമുളക്, തിപ്പിലി, ഏലം, ഇലവങ്കം, ഇതൊക്കെ ഇടിച്ച് പൗഡർ ചെയ്തിട്ട് അതിൽ തേനും നെയ്യ് ശർക്കര ചേർത്ത് ലേഹ്യമായിട്ട് ഇത് കഴിക്കാം. അത് കഴിക്കുമ്പോഴും ഇത് മാറും. ഇത് കടയിൽ കിട്ടും, ഇല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ വാങ്ങിച്ച് കെയർഫുള്ളായിട്ട് മരുന്ന് ചെയ്യാൻ അറിയാവുന്നവരെ ചെയ്ത് യൂസ് ചെയ്താൽ ഈ വെയിറ്റ് ഡിസ്ചാർജിനുള്ള, കാരണം വെച്ചാൽ വെയിറ്റ് ഡിസ്ചാർജ് കോമണായിട്ട് ഒരുപാട് പേര് കാണുന്നുണ്ട്. അത് കാര്യമായിട്ട് അതിനെക്കുറിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് സെർവിക്കൽ ക്യാൻസർ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വെജിനൽ ഇൻഫ്ലമേഷന് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഇന്ന് സാധാരണ വീട്ടിൽ ചെയ്യാനുള്ളത് എള്ള് കുഴമ്പ് എന്ന് പറഞ്ഞ് ഒരു ഇതുണ്ട്. എള്ള് കുഴമ്പ് അത് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ എള്ളും കരിപ്പെട്ടിയും ചതച്ച് ഉരുണ്ടയാക്കി ഡെയിലി കാലത്ത് ഈ പളം കഞ്ഞ് വെള്ളത്തിൻ്റെ കൂടെ ഒരു 3 ദിവസം കഴിച്ചാൽ വെയിറ്റ് ഡിസ്ചാർജ് സ്റ്റാപ്പാവും. ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാനുള്ളതാണ്. ഇല്ല, അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എള്ളിനെ വെച്ച് ചെയ്യണമെങ്കിൽ എള്ളിന് പവറുണ്ട്. വെച്ചാൽ എള്ളിൻ്റെ കൂടെ കരിഞ്ജീരകം, മറ്റേ പെരുംജീരകം, തിപ്പിലി, അതുപോലെ കുരുമുളക്, അതിവിടയം എന്നുണ്ട്. അത് ഏലരിശി, ഓമം എന്ന് പറയാൻ അയമോദകം, അക്ര, ജാതിക്കായ്, ജാതിപത്രി, കുക്കിൽ എന്നുള്ളത് തിരുവനന്തപുരത്ത് കിട്ടില്ല, നാഗർകോവിലിൽ കിട്ടും. ഗ്രാമ്പു, നഞ്ചട്ടി, ശതകുപ്പ, ഇതൊക്കെ ചുക്ക്, ഇതൊക്കെ പൗഡർ ചെയ്ത് അതിനെ എന്തെന്ന് വെച്ചാൽ കരുപ്പ് കെട്ടിയിൽ അത് നെല്ലിക്കായ അളവ് ചേർത്ത് ഇത് കഴിച്ചാൽ ടാണിക്ക് മാതിരി ഇരിക്കും. ഉടനെ 3 days 3 ദിവസത്തിൽ ഒരുപാട് പേർക്ക് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അത് ലേറ്റർ സ്റ്റേജിൽ അടുത്ത സ്റ്റേജിൽ പോകാതെ തടുക്കുക. ഇതൊക്കെ സിദ്ധ മെഡിസിൻസാണ്. സിദ്ധ എന്നുള്ളത് തമിഴിലാണ് അതിൻ്റെ ഉള്ള റെക്കോർഡ്സൊക്കെ ഇരിക്കുന്നത്. അത് ആയുർവേദ മാതിരി മലയാളത്തിൽ കിട്ടില്ല. ഇതൊക്കെ സിദ്ധയിൽ നിങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ സിദ്ധ ഇംകാപ്സ് എന്നുള്ള ഇതിൽ നിന്ന് വാങ്ങിച്ചും കളിക്കാം. ആവശ്യമുള്ളവർ ഇതിൽ വേറെ ഗൈഡൻസ് വേണമെന്നുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.